പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ഇൻഡയറക്റ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ പ്രതീകനാമം ലഭിച്ച പ്രവാചകപുത്രി ആര്? ഉത്തരം: ലോരുഹമ. ഹോശേയ 1-6 ക്വസ്റ്റ്യൻ: ഒരു സ്ത്രീയോടുള്ള ബന്ധത്തിൽ ദൈവത്താൽ ദണ്ഡിപ്പിക്കപ്പെടുകയും മുതല എന്നും അർത്ഥം വരുന്ന ഒരു പേര് ദൈവം വിളിച്ചിട്ടുള്ളതുമായ അധികാരികൾ ഏത് ദേശക്കാരാണ്? ഉത്തരം: മിസ്രയീം. ഉൽപ്പത്തി 12:17, യഹസ്കേൽ 29:3. ക്വസ്റ്റ്യൻ: വിശുദ്ധ വേദപുസ്തകത്തിൽ വാതിൽക്കൽ വന്ന ഒരു വ്യക്തിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞിട്ടും വാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടിയ ഒരു സ്ത്രീയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് ആ സ്ത്രീ? ഉത്തരം: രോദ. അപ്പോസ്തലപ്രവൃത്തികൾ 12:13-14. ക്വസ്റ്റ്യൻ: കാനോനിക എഴുത്തുകാരനായ ഒരു പ്രവാചകൻ്റെയും പഴയ നിയമ മധ്യസ്ഥനൊപ്പം ദൈവം പേര് പറഞ്ഞ ന്യായാധിപൻ്റെ മകൻ്റെയും പേര് ഒന്നാണ്. അങ്ങനെയെങ്കിൽ ആ പേര് എന്താണ്? ഉത്തരം: യോവേൽ. യോവേൽ 1:1, യിരെമ്യാവ് 15:1, 1 ശമൂവേൽ 8:1-2. ക്വസ്റ്റ്യൻ: ചെറുപ്പമായിരുന്നതുകൊണ്ട് മിണ്ടാതെ ഇരിക്കുകയും കോപിഷ്ഠനായപ്പോൾ അധരം തുറന്ന് വിജ്ഞാനികളോടും അറിവുള്ളവരോടും സംസാരിക്കാൻ തുനിയുകയും ചെയ്ത വ്യക്തി ആര്? ഉത്തരം: ബറക്കേലിൻ്റെ മകൻ എലീഹൂ. ഇയ്യോബ് 32:2-10, 34:1. ക്വസ്റ്റ്യൻ: ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ എന്ന് വചനം പറയുന്നു. എന്നാൽ ദേവന്മാരുടെ പേര് വിളിക്കപ്പെട്ട പുതിയ നിയമ ശുശ്രൂഷകന്മാർ ആരെല്ലാം? ഉത്തരം: പൗലോസ്, ബർന്നബാസ്. അപ്പോസ്തലപ്രവൃത്തികൾ 14-ാം 11-12. ക്വസ്റ്റ്യൻ: ആനുകാലിക പ്രസക്തിയുള്ള അധികാര വിഭജനം എന്ന ശ്രേഷ്ഠമായ ആശയത്തെ ആദ്യമായി നടപ്പിലാക്കിയ വ്യക്തി ആര്? ഉത്തരം: മോശ. പുറപ്പാട് 18-ാം അധ്യായം 24-26. ക്വസ്റ്റ്യൻ: അബ്രഹാമിൻ്റെ സഹോദരപുത്രൻ്റെ മക്കൾക്ക് അവകാശമായി ലഭിച്ച ദേശത്ത് പാർത്തിരുന്ന അനാക്യരെ പോലെയുള്ള ജാതിയെ ബെൻ അമ്മയുടെ സന്തതികൾ വിളിച്ചിരുന്ന പേര് എന്താണ്? ഉത്തരം: സംസുമ്യർ. ആവർത്തന പുസ്തകം 2:17-20, ഉൽപ്പത്തി 19:38. ക്വസ്റ്റ്യൻ: ഒരു വാക്ക് ശരിയായി ഉച്ചരിക്കാൻ സാധിക്കാഞ്ഞതിനാൽ ജീവൻ നഷ്ടപ്പെട്ടവരെക്കുറിച്ച് ബൈബിളിൽ പരാമർശിക്കുന്നു. അത് ഏത് വാക്കാണ്? ഉത്തരം: ശിബ്ബോലത്ത്. ന്യായാധിപന്മാർ 12-ാം അധ്യായം 6. ക്വസ്റ്റ്യൻ: വിശുദ്ധ തിരുവെഴുത്തുകളിൽ 2 വ്യക്തികൾ മരണനിദ്ര പ്രാപിപ്പാനിടയായതും മറ്റു 2 വ്യക്തികൾക്ക് അധികാരികളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകരമായതും എന്ത്? ഉത്തരം: കിളിവാതിൽ. ക്വസ്റ്റ്യൻ: ലേഖനവിദ്യ പ്രചരിക്കുന്നതിന് മുമ്പ് 2 വ്യക്തികൾ തമ്മിലുള്ള കരാറിൻ്റെ തെളിവിനായി നിർമ്മിക്കപ്പെട്ട ഒന്നുണ്ട്. അതിന് 2 പേരുകളുണ്ട്, എങ്കിലും അർത്ഥം ഒന്നു തന്നെയാണ്. പേരുകളുടെ അർത്ഥമെന്ത്? ഉത്തരം: സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം. ഉൽപ്പത്തി 31-ാം അധ്യായം 44-48. ക്വസ്റ്റ്യൻ: ദൈവത്തോട് അപേക്ഷിച്ചത് തന്നെ ലഭിച്ച യഹൂദ ഗോത്രത്തിലെ പ്രമാണിയായ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ്റെ പേരും യഹൂദയിലെ ഒരു പട്ടണത്തിൻ്റെ പേരും ഒന്നാണ്. എന്താണ് ആ പേര്? ഉത്തരം: യബ്ബേസ്. ക്വസ്റ്റ്യൻ: ന്യായപ്രമാണത്തിൽ പറയപ്പെടാത്തതും ചരിത്ര പുസ്തകത്തിൽ വിശദീകരിക്കപ്പെട്ടതുമായ വിമോചനത്തിൻ്റെ ഉത്സവം സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പിക്കുവാനും രേഖപ്പെടുത്തി വയ്ക്കുവാനും മുഖാന്തരമായത് ആരുടെ കൽപ്പനയാണ്? ഉത്തരം: എസ്തേറിൻ്റെ ആജ്ഞയാൽ. എസ്തേർ 9:32. ക്വസ്റ്റ്യൻ: നടുകയും നനയ്ക്കുകയും വളമിടുകയും ചെയ്യാത്ത ഒരു ചെടിയെ ചൊല്ലി സൃഷ്ടാവായ ദൈവത്തോട് കുപിതനായ വ്യക്തി ആര്? ഉത്തരം: യോന.
യോന 4:9-10 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: വസ്തുവിൻ്റെ ആധാരം ഏറിയ കാലം നിൽപ്പാൻ തക്കവണ്ണം മൺപാത്രത്തിൽ സൂക്ഷിപ്പാൻ ദൈവം യിരെമ്യാവിനോട് പറയുന്നുവല്ലോ. എന്നാൽ മൺപാത്രത്തിൽ ഇട്ടുവച്ചാലും ഏറിയ കാലം സൂക്ഷിക്കാൻ കഴിയത്തില്ലെന്ന് നമുക്ക് അറിയാവുന്നതും നീക്കിക്കളയുമെന്ന് ദൈവം പറഞ്ഞതുമായ 2 ആധാരങ്ങൾ ഏവ? ഉത്തരം: അപ്പം എന്ന ആധാരവും വെള്ളം എന്ന ആധാരവും. യെശയ്യാവ് 3:1-3 വരെ. ക്വസ്റ്റ്യൻ: ക്രിസ്തീയ വീക്ഷണത്തിൽ ഭാഗ്യമേറിയവളെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ലേഖനക്കാരൻ ആരാണ്? ഉത്തരം: പൗലോസ്. 1 കൊരിന്ത്യർ 7:39-40 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: എല്ലാ സംഗീതക്കാരുടെയും വിലാപങ്ങളിൽ ഒരു വ്യക്തിയെ ഉൾപ്പെടുത്തണമെന്നത് ഇസ്രായേലിൽ ഒരു ചട്ടമാണ്. ആരാണ് ആ വ്യക്തി? ഉത്തരം: യോശിയാവ്. 2 ദിനവൃത്താന്തം 35:25. ക്വസ്റ്റ്യൻ: വിശുദ്ധ തിരുവെഴുത്തിൽ ഒരാൾ ദൈവത്തെ വിളിച്ചത് കേട്ടവർ മനുഷ്യനെ വിളിച്ചതായിട്ടാണ് കരുതിയത്. ദൈവത്തെ വിളിച്ച വ്യക്തി ആരാണ്? ഉത്തരം: യേശു. മത്തായി 27:46-47 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: വിശുദ്ധ വേദപുസ്തകത്തിൽ ചെറിയ പ്രവാചകന്മാരിൽ ഒരുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ്റെ പ്രതിനിധിയായി നിൽക്കുന്ന ചിലരെ ആരോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം: പതിയിരിക്കുന്ന കവർച്ചക്കാരോട്. ഹോശയ്യ 6:9 വാക്യം. ക്വസ്റ്റ്യൻ: എൻ്റെ പിതാവും സഹോദരനും യേശുക്രിസ്തുവിൻ്റെ പൂർവികരാണ്. വിവാഹത്താൽ രാജകീയ പൗരോഹിത്യ ഗോത്രങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചവളായ എൻ്റെ പേര് പറയാമോ? ഉത്തരം: എലീഷേബ. മത്തായി 1:4, പുറപ്പാട് 6:23. ക്വസ്റ്റ്യൻ: വിശുദ്ധ തിരുവെഴുത്തുകളിൽ ധാരാളം അടയാളങ്ങൾ കാണുന്നല്ലോ. മേഘത്തിൽ മഴവില്ല് അടയാളം, കയ്യിന് അടയാളം, പരിച്ഛേദന എന്ന അടയാളം എന്നിങ്ങനെ. എന്നാൽ ദൈവം ഒരു വ്യക്തിയെ അടയാളമാക്കി വെച്ചു. ആരെ? ആർക്ക്? ഉത്തരം: യെഹെസ്കേലിന്, ഇസ്രായേൽ ഗൃഹത്തിന്. ക്വസ്റ്റ്യൻ: ദൈവീക ശുശ്രൂഷകർ കർത്താവിൻ്റെ നിയമത്തിനായി സ്വയം സമർപ്പിക്കേണ്ടതിന് അവരുടെ ഓഹരി അവർക്ക് നൽകുകയും നൽകുവാൻ ജനത്തോട് കൽപ്പിക്കുകയും ചെയ്ത രാജാവ് ആര്? ഉത്തരം: യെഹിസ്കിയാവ്. 2 ദിനവൃത്താന്തം 31:2-4 വരെ. ക്വസ്റ്റ്യൻ: കുറേ നാൾ ഒരു വാൾ സൂക്ഷിച്ചിരുന്ന ഒരു പുരോഹിതൻ പഴയ നിയമത്തിലുണ്ട്. അത് ആരാണ്? ഉത്തരം: അഹീമേലെക്ക്. 1 ശമൂവേൽ 21:8-9 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഒരു പൂർവികൻ പുതിയ നാമം നൽകിയ പട്ടണത്തിൽ പാർത്തിരുന്നവൻ മറ്റൊരു ദേശത്ത് ചെന്ന് ഒരു നഗരം പണിതു ആ നഗരത്തിന് താൻ പാർത്തിരുന്ന നഗരത്തിൻ്റെ പൂർവ്വനാമം നൽകി. ഏതാണ് ആ നാമം? ഉത്തരം: ലൂസ്. ഉൽപ്പത്തി 28:19, ന്യായാധിപന്മാർ 1:23-26 വരെ. ക്വസ്റ്റ്യൻ: ദുഷ്ടന് സഹായി, കർത്താവിനെ ദ്വേഷിക്കുന്നവരുടെ സ്നേഹിതൻ, കർത്താവിൻ്റെ കോപത്തിന് പാത്രമായവൻ. ഇതൊക്കെ പറയുമ്പോഴും മനസ്സിൻ്റെ നന്മയെ പ്രവൃത്തിയിൽ വെളിപ്പെടുത്തിയവൻ. ആരാണ് അത്? ഉത്തരം: യഹോശാഫാത്ത്. 2 ദിനവൃത്താന്തം 19:1-3 വരെ. ക്വസ്റ്റ്യൻ: സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാകുന്നു എന്ന് തിരുവെഴുത്തുകളിൽ വായിക്കുന്നുവല്ലോ. എന്നാൽ ഭാവിയിൽ ആ പേരിൽ ഒരു നഗരം അറിയപ്പെടും. ഏത് നഗരം? ഉത്തരം: യെരുശലേം. യിരെമ്യാവ് 3:17 വാക്യം. ക്വസ്റ്റ്യൻ: തീഷ്ണതയുള്ള ദൈവത്തിനായി തീഷ്ണതയുള്ളവനായി ദൈവക്രോധത്തിന് പാത്രമായ ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച പുരോഹിതപുത്രൻ ആര്? ഉത്തരം: ഫീനെഹാസ്. സംഖ്യാപുസ്തകം 25:1-13 വരെ. ക്വസ്റ്റ്യൻ: മൃഗങ്ങളെ സംബന്ധിച്ചുള്ളതും സൃഷ്ടിക്കുമ്പോൾ ഇല്ലാതിരുന്നതും പ്രളയത്തിനു മുമ്പേ നാം കാണുന്നതുമായ വിഭജനം എന്താണ്? ഇത് സംബന്ധമായി ദൈവത്തിൽ നിന്ന് ഒരു പുതിയ പാഠം ഗ്രഹിച്ച വ്യക്തി ആര്? ഉത്തരം: മൃഗങ്ങളുടെ ശുദ്ധാശുദ്ധ വിഭജനം.
വ്യക്തി പത്രോസ്. ക്വസ്റ്റ്യൻ: തിരുവഴുത്തിൽ ഒരു ദ്വീപിനെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ പ്രധാന വ്യാപാര ഉൽപ്പന്നത്തെക്കുറിച്ച് കൂടി പരാമർശിക്കുന്നു. ഒരു പ്രവാചകന്റെ പേരിനോട് സാമ്യമുള്ള ആ ദ്വീപിൻ്റെ പേരെന്താണ്? ഉത്തരം: എലീഷ ദ്വീപ്. യാസ്കൽ 27:7. ക്വസ്റ്റ്യൻ: തിരുവഴുത്തുകളിൽ എന്നെക്കുറിച്ച് എന്നിൽ നിന്ന് ഒരു പുഴ ആരംഭിക്കുന്നതായി പറഞ്ഞിരിക്കുന്നു. എന്നെ ഒരു ജീവിയുടെ പേര് വിളിച്ചിരിക്കുന്നു. എനിക്ക് അഗ്നിയുടെ വർണ്ണമുണ്ട്. ചിലയിടത്ത് യുദ്ധം നയിക്കുന്നവനായി കാണുന്ന എന്നെ വിശുദ്ധ തോട്ടത്തിലും കാണാം. ഞാൻ ആരാണ്? ഉത്തരം: മഹാസർപ്പം. ക്വസ്റ്റ്യൻ: ആലങ്കാരിക ഭാഷയിൽ പറയുമ്പോൾ പാപത്തിന് ജന്മം നൽകിയ ഉദരം ആരുടേതാണ്? അതിനെക്കുറിച്ച് ആരും തെളിവായി പറയാതെ അറിയില്ല, പക്ഷേ പറഞ്ഞു. ആര്? ഉത്തരം: മോഹം. ന്യായപ്രമാണം. യാക്കോബ് 1:15, റോമർ 7:7. ക്വസ്റ്റ്യൻ: വചനാടിസ്ഥാനത്തിൽ ഞാൻ കൊല്ലപ്പെടേണ്ട വ്യക്തിയാണ്. പക്ഷേ എന്നെ ആരും കൊല്ലാതിരിക്കാൻ എനിക്ക് ഒരടയാളം കിട്ടി. എന്നെപ്പറ്റി വചനത്തിൽ പറയുന്ന പല സ്ഥലത്തും എൻ്റെ ജോലിയെക്കുറിച്ചും പറയുന്നു. ഞാൻ സ്വജനദ്രോഹിയാണെങ്കിലും ഒരു വിധവയ്ക്ക് എൻ്റെ ഭവനം നിമിത്തം നന്മ കിട്ടി. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: രാഹാബ് എന്ന വേശ്യ. ക്വസ്റ്റ്യൻ: നരബലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ നാം. എന്നാൽ ശിശുബലി നടത്തുന്നതിൽ കുപ്രസിദ്ധമായ ഒരു താഴ്വാരം ബൈബിളിലുണ്ട്. ഏതാണ് അത്? ഉത്തരം: ബെൻഹിന്നോം താഴ്വര. യിരെമ്യാവ് 7:31-32 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: വിശുദ്ധ തിരുവഴുത്തിൽ മനുഷ്യൻ്റെ ക്ഷണികതയെയും ചപലതയെയും സൂചിപ്പിക്കുന്ന ഒരു പദമുണ്ട്. ആ പദം പാപത്തിൻ്റെ സേവകനെ വെളിപ്പെടുത്തുന്നു. അതിൻ്റെ മനോഹാരിതയെ ഒരു പുഷ്പത്തോട് ഉപമിച്ചിരിക്കുന്നു. ആ പദം ഏത്? ഉത്തരം: ജഡം. 1 പത്രോസ് 1:24, റോമർ 7:25. ക്വസ്റ്റ്യൻ: വിശുദ്ധ തിരുവഴുത്തുകളിൽ ബലഹീനതയെ സൂചിപ്പിക്കാനാണ് എൻ്റെ പേര് പലയിടത്തും ഉപയോഗിക്കുന്നത്. ചിലർ നിർജീവമായ ഒരു വസ്തുവിനെ ഉദരത്തിൽ വഹിച്ച് എന്നെപ്പോലെ ഒന്നിന് ജന്മം നൽകുമെന്ന് ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്നു. കൂടാതെ പിതൃസഹോദര പുത്രിയെ കല്യാണം കഴിച്ച ഒരുവൻ്റെ ഭവനം മുഴുവൻ ഞാൻ പോലെയാകുമെന്നും എന്നെ തേടി പലരും രാജ്യം മുഴുവൻ നടന്നതായും തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: താളടി. ക്വസ്റ്റ്യൻ: തിരുവഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ആത്മാവ് അനശ്വരമാണെന്നും അവ വ്യക്തമായ രൂപമില്ലാത്ത അരൂപികളാണെന്നും നാം വിശ്വസിക്കുന്നുവല്ലോ. എന്നാൽ വചനത്തിൽ ഒരിടത്ത് ആത്മാവിൻ്റെ രൂപത്തെ പറക്കാൻ പറ്റാത്ത ഒരു ജീവിയുടെ രൂപത്തോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നു. ഏതാണ് ആ ജീവി? ഉത്തരം: തവള. വെളിപ്പാട് 16:13 വാക്യം. ക്വസ്റ്റ്യൻ: സംശയമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് പ്രാചീന കാലം മുതൽക്കേ വ്യാപകമായിരുന്നതും യോവേൽ പ്രവചന നിവൃത്തിക്ക് ശേഷം യാതൊരു സൂചനയും ലഭിക്കാത്തതുമായ ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായപ്രകാരം വേർതിരിക്കപ്പെട്ട തിരുവഴുത്തിലെ അവസാനത്തെ വ്യക്തി ആരാണ്? സമ്പ്രദായം എന്താണ്? ഉത്തരം: വ്യക്തി മത്തിയാസ്. സമ്പ്രദായം ചീട്ടിടുക. ക്വസ്റ്റ്യൻ: വിശുദ്ധ തിരുവഴുത്തിൽ 2 പ്രാവശ്യം മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പേരുണ്ട്. അതിൽ ഒരു പ്രാവശ്യം ആത്മരക്ഷ പ്രാപിക്കാത്ത മാനവ സമൂഹത്തെ സൂചിപ്പിക്കാനും മറ്റൊന്ന് മനുഷ്യൻ്റെ താൽക്കാലിക ആവശ്യത്തിനായുള്ള ഒരു നിർമ്മിതിയോടുള്ള ബന്ധത്തിലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിൽ ആ പേരെന്താണ്? ഉത്തരം: കാട്ടൊലിവ്. നിർമ്മിതി കൂടാരം. നെഹമ്യാവ് 8:15, റോമർ 11:17. ക്വസ്റ്റ്യൻ: പഴയ നിയമത്തിൽ നോക്കിയാൽ കോഴ കൊടുത്താൽ വശത്താകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ 2 വ്യക്തിത്വങ്ങളോടുള്ള ബന്ധത്തിൽ 5 ഇടത്ത് ഞങ്ങളുടെ ഉദ്യോഗത്തെ സൂചിപ്പിക്കുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. പദം ഏത്? ഉത്തരം: കാര്യസ്ഥൻ. എസ്രാ 4:5. പുതിയ നിയമത്തിൽ
1 യേശുക്രിസ്തു, 2 പരിശുദ്ധാത്മാവ്. ക്വസ്റ്റ്യൻ: വിശുദ്ധ തിരുവെഴുത്തുകളിൽ ഏതാണ്ട് 60-ലധികം പ്രാവശ്യം എന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവചനങ്ങളിൽ ഞാനുണ്ട്, അനുഗ്രഹങ്ങളിൽ ഞാനുണ്ട്, ശാപങ്ങളിൽ ഞാനുണ്ട്, ദൂതൻ്റെ കൽപ്പനയിലും ഞാനുണ്ട്. ഒരിക്കൽ അത്യുന്നതൻ തന്നെയും മറ്റൊരിക്കൽ എന്നെ രാജ്യത്തോടും പത്നിയോടും മാതാവിനോടും ചേർത്ത് ഉപമിച്ചിരിക്കുന്നു. എങ്കിൽ ഞാൻ ആരാണ്? ഉത്തരം: മുന്തിരിവള്ളി. ക്വസ്റ്റ്യൻ: വിശുദ്ധ തിരുവെഴുത്തിൽ വാസസ്ഥലത്തെക്കുറിച്ചും കാർഷിക വൃത്തിയെക്കുറിച്ചും നാടോടികൾക്ക് സമാനമായ നിയമങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഞങ്ങൾ ശ്ലാഘനീയമായ അനുസരണത്തിന് പേർപ്പെട്ടവർ ആണ്. ഞങ്ങൾ ആരാണ് എന്ന് പറയാമോ? ഉത്തരം: രേഖാബ്യർ. യിരെമ്യാവ് 35-ാം അധ്യായം 7 മുതൽ 19 വരെ. ക്വസ്റ്റ്യൻ: തിരുവെഴുത്തുകളിൽ അനേക വിധത്തിലുള്ള ബാധകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവല്ലോ. ഫറവോൻ്റെ കൊട്ടാരത്തിലെ ബാധ, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ബാധകൾ. എന്നാൽ തിരുവെഴുത്തിൽ ജാതികളിൽ ഒരുവൻ ഒരു വിശുദ്ധനെ അങ്ങനെ വിളിക്കുന്നു. ആരെ? ഉത്തരം: തെർത്തുല്ലോസ് പൗലോസിനെ. അപ്പോസ്തലപ്രവൃത്തികൾ 24-1-5 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: വിശുദ്ധ തിരുവെഴുത്തിൽ അനേകം പ്രവാചകന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. അവരിൽ നിലം വാങ്ങിയ 2 പ്രവാചകർ ആരെല്ലാം? ഉത്തരം: അബ്രഹാം, യിരെമ്യാവ്. ക്വസ്റ്റ്യൻ: എസ്രായുടെ കാലത്ത് വിജാതീയ ഭാര്യമാരെ ഉപേക്ഷിച്ചവരിൽ ഒരുവൻ്റെ പേരും നെഹമ്യാവിൻ്റെ കാലത്ത് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഒരു പ്രമാണിയുടെ പേരും സെരുബാബേലിനോടൊപ്പം മടങ്ങിവന്ന ഒരു പുരോഹിതൻ്റെ പേരും ഒന്നാണ്. ഏതാണ് ആ പേര്? ഉത്തരം: മല്ലൂക്ക്. എസ്ര 10-29, നെഹമ്യാവ് 10-27, 12-2. ക്വസ്റ്റ്യൻ: വിശുദ്ധ തിരുവെഴുത്തിൽ 2 പ്രാവശ്യം സുഗന്ധമുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതും ഒരു വ്യക്തിക്ക് കാണണമെന്ന് ആഗ്രഹം തോന്നിയതുമായ ഒരു രാജ്യത്തെക്കുറിച്ച് അത് ഒരു വന്യമൃഗത്തിൻ്റെ കുഞ്ഞിനെ പോലെ ചാടിക്കളിക്കുന്നതാണെന്ന് കൂടി എഴുതിയിരിക്കുന്നു. ഏതാണ് ഈ രാജ്യം? ഉത്തരം: ലെബാനോൻ. ക്വസ്റ്റ്യൻ: വിശുദ്ധ തിരുവെഴുത്തിൽ 2 ഇടങ്ങളിൽ മാത്രം കാണുന്നതും ഒരു വ്യക്തിക്കും അവൻ്റെ പരമ്പരകൾക്കും രാജ്യത്വം നൽകിയ നിയമം എന്ന് പരാമർശിക്കപ്പെടുന്നതുമായ നിയമം ഏതാണ്? ഉത്തരം: ലവണ നിയമം. സംഖ്യാപുസ്തകം 18-19, 2 ദിനവൃത്താന്തം 13-5. ക്വസ്റ്റ്യൻ: ദൈവം തൻ്റെ ഭക്തനോട് സദുദ്ദേശത്തോടെ ചെയ്യുന്നതാണെങ്കിലും ഭക്തന് അപ്രകാരം തോന്നാത്തതും കൂടാതെ വിശ്വാസിയിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതായ ഒന്ന് നമുക്ക് ലഭിക്കേണ്ടതിനും ജാതികൾ ഒടുവിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പോകുന്നതിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതിനു വേണ്ടി യേശു കർത്താവ് ഇപ്പോൾ ചെയ്യുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നു. അത് എന്താണ്? ഉത്തരം: ബാലശിക്ഷ. 1 കൊരിന്ത്യർ 11-32, എബ്രായർ 12-6 മുതൽ 11 വരെ. ക്വസ്റ്റ്യൻ: പരിഷ്കാരമില്ലായ്മയുടെ പര്യായമായി വിശേഷിപ്പിക്കാവുന്ന പദങ്ങളിൽ ഒന്ന് നിന്ദാസൂചനയില്ലാതെ ഒരു ദ്വീപ് നിവാസികളെ സൂചിപ്പിക്കുവാൻ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നു. തെറ്റിദ്ധരിക്കുകയും പിന്നീട് മനസ്സുമാറി വീണ്ടും തെറ്റിദ്ധരിക്കുകയും ചെയ്ത ഇവർ ആരാണ്? ഉത്തരം: ബർബരന്മാർ. അപ്പോസ്തലപ്രവൃത്തികൾ 28-1 മുതൽ 6 വരെ. ക്വസ്റ്റ്യൻ: 3 പേരുകളിൽ ഞാൻ അറിയപ്പെടുന്നു. ചിലപ്പോൾ സ്ത്രീയായും ചിലപ്പോൾ മകളായും എന്നെ സംബോധന ചെയ്തിരിക്കുന്നു. എന്നോട് പോരിന് വരുന്നവരെ അപ്പവും വെള്ളവും ഇല്ലാത്തവൻ്റെ അവസ്ഥ പോലെയാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ആരാണ്? ഉത്തരം: സിയോൻ. ആവർത്തന പുസ്തകം 4-48, യെശയ്യാവ് 37-22, യെശയ്യാവ് 29-8. താങ്ക്സ് ഫോർ വാച്ചിങ്.